ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ധാരാളം ആൾക്കാർ ഈ ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷൻ വന്നതിന് ശേഷം ഒത്തിരി ആൾക്കാർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ലേബലിൽ വർക്കുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ സക്സസ്ഫുൾ ആയിട്ട് മണി ഏൺ ചെയ്യാൻ കഴിയുന്നത്, നല്ല സർവീസ് കൊടുക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. സോഷ്യൽ മീഡിയ ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം നിങ്ങൾ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ക്രൈറ്റീരിയ. ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും ലിങ്ക്ഡനിലാണെങ്കിലും ട്വിറ്ററിലാണെങ്കിലും എല്ലാ സോഷ്യൽ മീഡിയയും കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം നിങ്ങൾ എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇതൊരു പുതിയ ഫീൽഡാണ്, അല്ലെങ്കിൽ പുതിയൊരു സംരംഭമാണ്. നിങ്ങളുടെ മനസ്സിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരുന്ന ആൾക്കാരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു പുതിയ സാധ്യതയാണ് എന്നത് കണ്ടിട്ടായിരിക്കും വേണ്ടത്. എന്നാൽ ഇതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഈ വീഡിയോയിലൂടെ ഞാൻ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നാമതായിട്ട്, ഡിജിറ്റലി നമ്മൾ മറ്റുള്ളവരുടെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തുന്നതാണ് ഡിജിറ്റലി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റിലേക്ക് എത്തിക്കുക, അതാണ് മാർക്കറ്റിംഗ് അല്ലെ. അപ്പോൾ ശരിക്കും മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ട് സമയങ്ങളിലൊക്കെ നമ്മുടെ ചന്തയിലേക്ക് കൊണ്ട് സാധനങ്ങൾ വിൽക്കുന്നതിന് മാർക്കറ്റ് എന്നുള്ള രീതിയിൽ വളരെ ബേസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ പറയാം. എന്നാൽ അതല്ല, ഇന്ന് നമ്മുടെ കസ്റ്റമറിന്റെ കയ്യിലേക്ക് നമ്മുടെ പരസ്യങ്ങളെ എത്തിക്കുവാനായിട്ട് നമുക്ക് മൊബൈൽ ഫോൺ ധാരാളമായിട്ട് എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥ കസ്റ്റമറുടെ കയ്യിലേക്ക് പരസ്യം എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റിനെ എത്തിക്കുന്നതാണ് മാർക്കറ്റിംഗ്. ഒരു കമ്പനി പുതുതായിട്ട് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോഡക്റ്റിനെ ശരിയായ കസ്റ്റമറിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പോവാം. ഒരു ഹെയർ ഓയിൽ ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്. ഇതിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആൾക്കാർ മൊബൈലിലേക്ക്, എല്ലാവരിലേക്കും പരസ്യം പോയി കഴിഞ്ഞാൽ ഒത്തിരി കാശ് നഷ്ടം വരും. എന്നാൽ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള വീടുകളിലും ഫ്ലാറ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ മൊബൈലിലേക്കും അവരുടെ കമ്പ്യൂട്ടറിലേക്കൊക്കെ പരസ്യങ്ങൾ കൃത്യമായിട്ട് അയക്കുകയും ആ പരസ്യങ്ങൾ കാണുന്നതിലൂടെ കച്ചവടം വർദ്ധിക്കുകയും ചെയ്യും. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലോട്ട് എത്തിക്കുക എന്ന് നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. അപ്പോൾ ഒരു പ്രോഡക്റ്റിനെ ശരിയായ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ള ജോലിയാണ് നിങ്ങളുടെ ഉള്ളത്. എത്തിച്ചാൽ മാത്രം മതിയോ? ഇപ്പോൾ എന്റെ കയ്യിലേക്ക് ഒരു പ്രോഡക്റ്റ് വന്നു, ഞാൻ ജസ്റ്റ് കണ്ടതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ഹെയർ ഓയിൽ എന്നുള്ള പരസ്യം അത് കാണുമ്പോൾ എനിക്കൊരു താല്പര്യം തോന്നണം, അതിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്യണം, ഞാൻ ഫൈനലി പർച്ചേസ് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യുമ്പോഴാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ആകുക. സെയിൽസ് വരണം, അതിനുശേഷം ആഫ്റ്റർ സർവീസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ആകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്ന ആളായിരിക്കണം. സോഷ്യൽ മീഡിയാസ് നന്നായിട്ട് ഉപയോഗിക്കണം, വെബ്സൈറ്റുകൾ നമ്മൾ കാണുന്നവരായിരിക്കണം. ഇതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. നമ്മൾ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് നമ്മൾ ഒരിക്കലും വരുത്തരുത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന, മണി ഏൺ ചെയ്യാൻ കഴിയുമെന്ന് കരുതിയിട്ട് ചില ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്യും, 2-3 പേരെ അവിടെ ഇവിടുന്നൊക്കെ നമ്മൾ ഹയർ ചെയ്തിട്ട് ഒരു സ്ഥാപനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്നാൽ ഈ സ്ഥാപനം നടത്തുന്ന വ്യക്തി ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഹയർ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ എല്ലാ ഏരിയാസും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മളിലേക്ക് വരിക. സാധാരണ രീതിയിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. കുറച്ചുകൂടെ പരസ്യങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന രീതിയിൽ, പരസ്യങ്ങളെ കാണുകയും മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതായിട്ട്, നമ്മൾ പഠനത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. പഠനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏരിയയിൽ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് കവർ ചെയ്യാം. ഒന്ന്, നമ്മൾ സാധാരണ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ ആ പ്രോഡക്റ്റ് ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാരുടെ കയ്യിലേക്ക് ഏതെങ്കിലും ഒരു ഇമേജ് കൊടുക്കുമ്പോൾ ആൾക്കാരത് ക്ലിക്ക് ചെയ്ത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നത് വെബ്സൈറ്റിലൂടെയാണ്. ഒരു സ്ഥാപനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു അഡ്രസ്, ഓൺലൈൻ അഡ്രസ് ആണ് വെബ്സൈറ്റ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് വെബ്സൈറ്റ് ആണ്, ലാൻഡിംഗ് പേജസ് ആണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്നതിന് ധാരാളം ടൂൾസ് ആണ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വേഡ്പ്രസ്സിലോ അല്ലെങ്കിൽ മറ്റ് പല ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പേജസ് ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം ഒരു സ്കില്ലാണ്. അതുപോലെ നമ്മൾ നല്ല രീതിയിൽ കണ്ടന്റ് എഴുതുന്നത്, കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു പരസ്യം നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ ക്യാപ്ഷൻസ് എന്തായിരിക്കണം, എങ്ങനെയാണ് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്, ഇങ്ങനെ കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്.
മൂന്നാമതായിട്ട് നമുക്ക് കുറച്ച് ഇമേജ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ആൾക്കാരെ ഒന്ന് താല്പര്യം കൊണ്ടുവരുന്ന അട്രാക്ട് ചെയ്യുന്ന നല്ല രീതിയിലുള്ള ഡിസൈൻസ് ചെയ്യുന്നത് മറ്റൊരു സ്കില്ലാണ്. ഇതുപോലെ ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പോകുന്ന പരസ്യങ്ങൾ മുഴുവൻ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഡിജിറ്റലി നമ്മുടെ മാർക്കറ്റിലേക്ക് ആൾക്കാരെ എത്തിച്ച് സെയിൽസ് ആക്കാൻ ഒത്തിരി ഏരിയാസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് SEO എന്ന് പറയും, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസിംഗ് ഉണ്ട്, സോഷ്യൽ മീഡിയയുടെ ഒപ്റ്റിമൈസിംഗ് ഉണ്ട്, പേജസ് ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വരുന്ന കാര്യങ്ങളിൽ നമുക്ക് മെറ്റ വരുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ധാരാളം ഏരിയാസ് ഉണ്ട്. ഇതൊരു കടൽ പോലുള്ള സാധ്യതയാണ്. ആദ്യമായിട്ട് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നത് നന്നായിട്ട് നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞതുപോലെ ഡിജിറ്റൽ പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുക. രണ്ട്, നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന പരസ്യങ്ങൾ. രണ്ടാമത്തെ പോയിന്റ് ഒബ്സർവ് ചെയ്യാന്നുള്ളതാണ്. ഫേസ്ബുക്കിൽ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ കണ്ടു പോകും. എന്നാൽ ഇതിൽ വരുന്ന പരസ്യങ്ങളെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. പരസ്യങ്ങളിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻസ് എന്താണ്, അതിൽ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് എന്താണ്. ശരിയായ പഠനം നമുക്ക് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഞാൻ ഒന്ന് പറഞ്ഞു, നമ്മൾ ഏറ്റവും നല്ല ഉപഭോക്താവായിരിക്കണം. സോഷ്യൽ മീഡിയാസും മറ്റു എല്ലാ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആളായിരിക്കണം. രണ്ട്, ഒബ്സർവ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന പരസ്യം എങ്ങനെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു, നമുക്ക് ഉണ്ടാകുന്ന ഫീൽ എന്താണെന്നുള്ള കറക്റ്റായി ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾക്കൊരു നല്ല സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടർ ആകണമെങ്കിൽ ശരിക്കും നിങ്ങളൊരു പ്രേക്ഷകനാണ്, അല്ലെ? ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ആ പ്രേക്ഷകന്റെ മനസ്സിൽ വരുന്ന വികാരങ്ങളും അവന്റെ തമാശകളും എല്ലാം കൃത്യമായിട്ട് സ്ക്രീനിൽ ഡയറക്ടർ തീരുമാനിക്കും. ഈ പ്രേക്ഷകൻ ഏത് സമയത്ത് കൈയടിക്കണം, ഏത് സമയത്ത് കരയണം എന്നുള്ളത്, അല്ലെ? അതുപോലെ ഇപ്പോൾ നിങ്ങൾ എന്നുള്ള വ്യക്തി ഏറ്റവും നല്ല സിനിമ ഡയറക്ടർ ആകണമെങ്കിൽ ശരിക്കും നിങ്ങൾ നല്ലൊരു പ്രേക്ഷകനായിട്ട് മാറണം. പ്രേക്ഷകന്റെ പൾസ് അറിയാനായിട്ട് കഴിയണം, അല്ലെ? അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ നമ്മുടെ ഉപഭോക്താവായിട്ട് നമ്മുടെ പരസ്യങ്ങൾ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി ഏതെങ്കിലും പിക്ചേഴ്സ് മാത്രം അല്ലെങ്കിൽ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. പരസ്യങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എന്താണ്, ആ ക്യാപ്ഷൻ എത്ര സൈസ് കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് അതിനകത്തൊരു താല്പര്യം തോന്നിയത്, ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയ്ക്ക് എൻ്റെ കൈ ഒന്ന് അവിടെ സ്റ്റോപ്പ് ആകാൻ തക്കവണ്ണം അവർ എന്താണ് ഇമേജ് കൊടുത്തത്, ഇങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ട് ശീലിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ല് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇതിന് നമ്മൾ പല തരത്തിലുള്ള സ്കില്ല് അപ്ഡേറ്റ് ചെയ്യണം ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വരുമ്പോൾ. ഒന്നാമതായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഡിസൈനിങ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യണം. ധാരാളം ടൂൾസ് അവൈലബിൾ ആണ്. ക്യാൻവ പോലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഡിസൈൻസ് സാമ്പിൾസ് കിട്ടും. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഡിസൈനിങ് സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. നമ്മൾ കാണാൻ കൊള്ളാവുന്ന എന്തെങ്കിലുമൊക്കെ കുറേ കണ്ടന്റ് നിറയായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുടെ മനസ്സിനെ സ്വാധീനിക്കാനോ സെയിൽസ് ആക്കാൻ കഴിയില്ല. അപ്പോൾ ഡിസൈനിങ് എന്നുള്ള ഒരു സ്കില്ല് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫോട്ടോഗ്രാഫി. നമ്മൾ നല്ല നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് ആ ഫോട്ടോ ആൾക്കാരിലേക്ക് കൃത്യമായിട്ട് എത്തേണ്ട രീതിയിൽ എത്താൻ തക്കവണ്ണം നമ്മൾ ഫോട്ടോഗ്രാഫി സ്കില്ല് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ ഡിസൈനിങ് ഉണ്ട്, ഫോട്ടോഗ്രാഫി സ്കില്ലുണ്ട്, നമ്മൾ കണ്ടന്റ് എഴുതുന്ന സ്കില്ല് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ നിരന്തരമായ നല്ല നല്ല കണ്ടന്റ്സുകൾ കാണുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ്സുകൾ ഒരു ഡയറിയിലോ ബുക്കിലൊക്കെ എഴുതുന്ന ഒരു ശീലം ഉണ്ടാക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടാൽ അതിനെ ഒന്ന് കൈകൊണ്ട് എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലേക്ക് പതിയാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നല്ല നല്ല വാക്കുകൾ നിങ്ങളെ സ്വാധീനിക്കുന്ന, നിങ്ങളെന്നുള്ള വ്യക്തിയെ സ്വാധീനിക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്ന ഒരു ശീലം കൊടുക്കുക. അങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് നല്ലൊരു ഡിസൈൻ ചെയ്യാനുള്ള സ്കില്ലുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫി സ്കില്ലുണ്ട്, കണ്ടന്റ് റൈറ്റിംഗ് സ്കില്ലുണ്ട്. ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു അസറ്റാണ്. അപ്പോൾ ഇതുപോലെ സ്കില്ലുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മുടെ വെബ്സൈറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടിയിട്ട് വരുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള CR കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് തന്നെ കസ്റ്റമർക്ക് തന്നെ കണ്ടന്റ് എഡിറ്റ് ചെയ്യാം കോഡിംഗ് ഇല്ലാതെ. അപ്പോൾ ടെക്നിക്കൽ സൈഡിലൂടെ കുറച്ച് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ കോഡിംഗ് ലെവലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പണ്ടത്തെ കാലം പോലെ നമ്മൾ ഫുള്ളി കോഡിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. കോഡിംഗ് ഇല്ലാതെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കാര്യങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഏതാണ് എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. ഒരു മൈക്രോ നിഷിലേക്ക് നിങ്ങൾക്ക് എത്തണം. ഇപ്പോൾ ചിലപ്പോൾ കണ്ടന്റ് നന്നായിട്ട് റൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നന്നായിട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ധാരാളം ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെ? ജനറൽ ഡോക്ടേഴ്സ് ഉണ്ട്. എന്നാൽ നമ്മൾ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ് പോകുന്ന അടുത്താണ് കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുക. ഒരു രോഗി വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്ക് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെടുക്കും. അവരുടെ റേറ്റ് വളരെ കൂടുതലായിരിക്കും, അല്ലെ? സാധാരണ ജനറൽ ഡോക്ടറെക്കാൾ സ്പെഷ്യലൈസ് ചെയ്ത് ഏതെങ്കിലും കാര്യങ്ങൾ അവരുടെ റേറ്റ് കൂടുതലായിരിക്കും. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ടാഗിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു ജനറൽ ഡോക്ടറെ പോലെ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്താലും ചിലപ്പോൾ ഫോട്ടോഗ്രാഫിയിലായിരിക്കാം, ചിലപ്പോൾ കണ്ടന്റ് റൈറ്റിംഗിലായിരിക്കാം, ചിലപ്പോൾ ക്രിയേറ്റീവ് ഡിസൈൻസിലായിരിക്കാം, ചിലപ്പോൾ വെബ്സൈറ്റ് ഡെവലപ്പിംഗിലായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ടാലന്റ് എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ കഴിവ് ഐഡന്റിഫൈ ചെയ്ത് അതിലേക്ക് ചെയ്ത് സ്പെഷ്യലൈസ്ഡ് ആവാൻ പറ്റും. ഇനി ഉള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ചെറിയ സ്റ്റോറി നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം.
നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലേക്ക് ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനി ഏൽപ്പിക്കുമ്പോൾ ആ പ്രോഡക്റ്റിനെ ശരിയായ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എത്തിയാൽ മാത്രം അത് സെയിൽസ് ആയി മാറുമ്പോഴാണ് നമുക്ക് കൂടുതൽ വർക്കുകൾ കിട്ടുന്നത്, വർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ കറക്റ്റ് കസ്റ്റമറിലേക്ക് നമുക്ക് ഫേസ്ബുക്കിൽ അഡ്വർടൈസിങ്സ് ഉപയോഗിക്കാം, ട്വിറ്റർ ഉപയോഗിക്കാം, ലിങ്ക്ഡ്ഇൻ ഉപയോഗിക്കാം, വാട്സാപ്പ് ഉപയോഗിക്കാം, ബൾക്കായിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കാം, ഇമെയിൽ മാർക്കറ്റിംഗ്, ബൾക്ക് വാട്സാപ്പ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തുകയും ആ കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ നല്ല രീതിയിൽ അവരുടെ മനസ്സിനെ സ്വാധീനിച്ച് അവരൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്ലിക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ കൂടെ നമുക്ക് കഴിയും. അത് സെയിൽസ് ആയിട്ട് മാറിയാൽ നമുക്ക് കൂടുതൽ പ്രോജക്ട്സുകൾ കിട്ടും. ഫൈനലി നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ രീതിയിലുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഈ പറഞ്ഞ വോയിസിനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേൾക്കുക. കഴിഞ്ഞ ഒരു 10-18 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ വളരെ ഷോർട്ട് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഒന്ന് നോട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നോട്ട് ചെയ്യാം. ഈ പോയിന്റ്സിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് അതിന്റെ പ്രാധാന്യം നിങ്ങളുടെ മനസ്സിലേക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, നിങ്ങൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയാസും ഡിജിറ്റൽ പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളായിരിക്കണം. 2, നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ആളായിരിക്കണം. 3, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം ഏതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് കഴിയണം. ഫൈനലി നമുക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന രീതിയുണ്ട്. ഇതിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മണി ഏൺ ചെയ്യാൻ കഴിയും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ മണി ഏൺ ചെയ്യാൻ വലിയൊരു സർവീസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ നന്നായിട്ട് താല്പര്യം കാണിച്ചു, കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിച്ചു, നന്നായിട്ട് ഒബ്സർവ് ചെയ്തു, നിങ്ങളുടെ സ്കിൽ അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്റിംഗ്, അതായത് ഒരു കമ്പനി വന്നാൽ അതിന്റെ കച്ചവടം നടത്തി കൊടുക്കാൻ തക്കവണ്ണമാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഡിമാൻഡ് കൂടും. ഒരു റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ ഒരു വില്ല പ്രോജക്റ്റ് നിങ്ങളുടെ കിട്ടുമ്പോൾ ആ വില്ലയ്ക്ക് എങ്ങനെ പ്രോഡക്റ്റ് വീഡിയോസ് എടുക്കണം, ഒരു വില്ല അവതരിപ്പിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്, ഏതൊക്കെ രീതിയിൽ വീഡിയോസ് എടുക്കണം, അതിന് ക്യാപ്ഷൻസ് എന്തൊക്കെ കൊടുക്കണം, നമ്മൾ ശബ്ദം കൊണ്ട് അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമേജ് കൊടുത്തതിന് ശേഷം നമ്മുടെ ശബ്ദം കൂടി വെച്ചിട്ട് നമ്മളൊരു നല്ല അഡ്വർടൈസിങ് മാനറിൽ ചെയ്ത് ആ വില്ല വിൽക്കാൻ തക്കവണ്ണം. ഒരു വില്ല എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാറ്റ് വില്ല ആണെങ്കിൽ ആ വില്ല സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഇതിന്റെ ചുറ്റളവിൽ എത്ര സ്കൂളുണ്ട്, കോളേജുണ്ട്, ഹോസ്പിറ്റലുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ അവതരിപ്പിക്കാനും വില്ല വാങ്ങാൻ സാധ്യതയുള്ള ആൾക്കാരിലേക്ക് ഈ പരസ്യം പോവുകയും അവരുടെ മനസ്സിന് സ്വാധീനം കൊടുത്ത് അവർ കൃത്യമായിട്ട് നമുക്ക് ലീഡ് ആകുകയും സെയിൽസ് ആകുകയും ചെയ്തെങ്കിൽ കച്ചവടം നടത്തി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനെ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വില്ലയുടെ ഓണേഴ്സിനോട് നമുക്ക് ഡിമാൻഡ് ചെയ്യാം. തുടക്കത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കഴിവ് നമ്മൾ തെളിയിച്ച് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഫോക്കസ്ഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഏരിയയിൽ നമ്മൾ വിജയിച്ചെങ്കിൽ നമുക്ക് പറയാം റിയൽ എസ്റ്റേറ്റ് ലീഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ടാഗ് ആഡ് ചെയ്ത് നിങ്ങളുടെ ഡെസിഗ്നേഷൻ കൊണ്ടുവന്നാൽ ആ റിയൽ എസ്റ്റേറ്റിൽ ഏത് വർക്ക് ഉണ്ടെങ്കിലും പറയുന്ന സമയത്തിന് അത് കച്ചവടമാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഡിമാൻഡ് ക്രിയേഷൻ നടക്കും. അവിടെ ശരിക്കും നിങ്ങളുടെ സർവീസിനുള്ള ഒരു ഫിക്സഡ് റേറ്റ് അല്ല, അവിടെ നടക്കുന്ന കച്ചവടത്തിന്റെ പെർസെന്റേജ് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. ഇപ്പൊ ഇത്ര ലക്ഷം രൂപയുടെ ഒരു വില്ല വിറ്റാൽ അതിന്റെ ഇത്ര പെർസെന്റേജ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരാഴ്ച നിങ്ങളുടെ ഒരു ആഡ് റൺ ചെയ്ത് ഒരു കച്ചവടം നടന്നാൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇയർലി കിട്ടുന്ന വരുമാനം എത്രയാണോ അത് ചിലപ്പോൾ നിങ്ങളുടെ മാസ വരുമാനമാവും, ചിലപ്പോൾ അത് ഒരു ദിവസത്തെ വരുമാനമാവും. ഓക്കെ, അപ്പോൾ അത്രയും സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളത് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡിമാൻഡ് കൊടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് പറയാനും കൂടി കഴിയണം. ഞാനൊരു പ്രോജക്റ്റ് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടോ, ഒരു വില്ലയുടെ പ്രോജക്റ്റ് ചെയ്തു. 12ാമത്തെ ദിവസമാണ് ആ ഒരു ഇത്രയും പ്രോജക്ട്സ് എനിക്ക് വിൽക്കുവാനായിട്ട് കഴിയുന്നത് എന്ന് പറയാൻ തക്കണം. നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. ഞാനിപ്പോൾ ആയിരിക്കുന്ന ഒരു മീഡിയയുടെ ഫ്രണ്ടിൽ അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യരുത്. നിങ്ങളുടെ പഠനത്തിന്റെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നു, നിങ്ങൾ എന്തൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. മറ്റുള്ളവരുടെ പ്രോഡക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഹിഡൻ ആയിട്ട് ക്യാമറയുടെ പുറകിൽ മാത്രം നിന്നിട്ട് മുന്നോട്ട് വരാതിരിക്കുന്നത്. ഈ ഒരു വർക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്താൽ നിങ്ങളും ഒരു ക്യാമറ വാങ്ങിയിട്ട് നിങ്ങൾ പറയണം, ഞാൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്തു, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, എനിക്ക് സെയിൽസ് നടന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് പറയും എനിക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാനുണ്ട്, നിങ്ങളുടെ റേറ്റ് എത്ര. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയും ഞാൻ ഈ പ്രോഡക്റ്റ് വിൽക്കുന്നതിന് ഇത്ര സമയത്തിനകത്ത് ഞാൻ പരസ്യങ്ങൾ ചെയ്യും, പരസ്യത്തിന്റെ എമൗണ്ട് ഇത്രയാണ് സ്പെൻഡ് ചെയ്യേണ്ട, ഈ കച്ചവടം ആയി കഴിയുമ്പോൾ എനിക്ക് ഇത്ര പെർസെൻറ്റേജ് ആണ് വേണ്ടത്. ആ രീതിയിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാനും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും മുകളിലേക്ക് ആൾക്കാർ ഡിമാൻഡ് ചെയ്യുക, ഏറ്റവും പെട്ടെന്ന് കച്ചവടം നടത്തി കൊടുക്കാമെങ്കിൽ ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ട് മണി ഏൺ ചെയ്യാൻ ഏറ്റവും ഹയസ്റ്റ് പ്രൊഫഷൻ എന്ന് പറയുന്നത് സെയിൽസ് ആണ്.
നിങ്ങൾ സെയിൽസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ആക്കുമ്പോൾ നിങ്ങൾക്ക് കച്ചവടം നടത്തി കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പിന്നെ ഒരാളുടെയും പുറകിലേക്ക് പോകേണ്ടി വരുന്നില്ല. നിങ്ങളെ തേടി കസ്റ്റമേഴ്സ് വരും. ഇതിനകത്തൊരു ജേണിയുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ച് ജനറൽ ഡോക്ടർ ആകണോ അതോ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ആകണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം അല്ലെ. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏത് ഏരിയയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച് നിങ്ങളുടെ ഒരു പാഷൻ അനുസരിച്ചൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കുന്ന ആളാണെങ്കിൽ ആ ചിന്ത തന്നെ നിങ്ങൾക്ക് വലിയൊരു അസറ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് മണി ഏൺ ചെയ്യാൻ കഴിയും. എവിടെയെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ജോലിക്കായിട്ടൊക്കെ കയറുമ്പോൾ ഇന്റേൺഷിപ്പായിട്ടൊക്കെ കയറുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നല്ലതായിട്ട് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്കൊരു ലോങ് ടൈം വിഷൻ ഉണ്ടാവണം. 5 വർഷം അല്ലെങ്കിൽ 10 വർഷം. 10 വർഷം നിങ്ങൾക്ക് ഒത്തിരി പോകേണ്ടി വരത്തില്ല. എങ്കിലും 1 വർഷം 2 വർഷം 3 വർഷം എന്നുള്ളത് ഒരു 5 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ ആയിരിക്കണം എന്ന് തീരുമാനിക്കണം. ഒരൊറ്റ വാക്ക് മാത്രം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുക. നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ജോലി തുടങ്ങിയ ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മാത്രമാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് 1 വർഷം കിട്ടുന്ന എമൗണ്ടിനെ 1 മന്ത് എമൗണ്ട് ആക്കി മാറ്റാം, 1 ഡേ എമൗണ്ട് ആക്കി മാറ്റാം. ഓക്കെ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം. ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ വർക്ക് ചെയ്തപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ഒട്ടും നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങളാണ് ഇയർലി എമൗണ്ട്സിനെ 1 മന്ത് കൊണ്ട് 1 ഡേ കൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നത്. ഇത് പ്രാക്ടിക്കലാണ്. കേരളത്തിൽ മലയാളത്തിൽ പ്രാക്ടിക്കൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ വ്യത്യാസമായിട്ട് നിൽക്കാൻ ക്യാമറയെ കൂട്ടുപിടിച്ച് മറ്റുള്ളവരുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് ബിൽഡിംഗ് ആണെങ്കിൽ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കൃത്യമായിട്ടൊരു സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്താൽ നിങ്ങളുടെ വിജയത്തെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം. 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കച്ചവടം ഉറപ്പിച്ച് മുന്നോട്ട് പോകുക. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആകാനായിട്ട് കഴിയട്ടെ. നിങ്ങളുടേതായിട്ടുള്ള കമന്റ്സ് കാര്യങ്ങൾ ഇവിടെ അറിയിക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, നിരന്തരമായിട്ട് പഠിക്കുക. ഡിഗ്രിക്ക് നിങ്ങൾ പഠിക്കുന്നത് പോലെയോ +2 പഠിക്കുന്നത് പോലെയോ ഒന്നുമല്ല. അതിനേക്കാൾ 100 മടങ്ങ് രാവിലെ ഇച്ചിരി നേരത്തെ എണീക്കണം. മനഃപൂർവ്വമായിട്ട് എണീറ്റ് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ നിങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കൊടുക്കുക. മനുഷ്യൻ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നതിൻ്റെ ഏറ്റവും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചിന്തിക്കുക, നന്നായിട്ട് സമയം കൊടുക്കുക, നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, നല്ല നല്ല ബന്ധങ്ങളെ മുറുകെ പിടിക്കുക. ഓക്കെ, ഈ ഒരു ചാനൽ നിങ്ങൾക്ക് നല്ല ഇൻഫർമേഷൻസ് കിട്ടുന്നുവെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റ്സ് ഇവിടെ വീഡിയോയുടെ താഴെ അറിയിക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങളുടെ വോയിസ് ആയിട്ട് വാട്സപ്പിൽ അയക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെ വോയിസുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. പരമാവധി ഞാനത് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ, കാൽസോൾ.